നമ്മള് പാരസെറ്റോളജിയുടെ ക്ലിനിക്കൽ പാരസെറ്റോളജി ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ കളക്ഷൻ ഓഫ് സ്പെസിമെൻസ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ഏകദേശം നമ്മൾ കവർ ചെയ്തു. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ബ്ലഡ് സ്മിയർ, തിൻ ആൻഡ് തിക് ഫോർ പ്രോട്ടോസോൺ പാരസൈറ്റ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതേപോലെ തന്നെ എന്തൊക്കെ സാമ്പിൾസ് ആണ് നമ്മൾ ഒരു പാരസൈറ്റിക് സസ്പെക്റ്റഡ് ആയിട്ടുള്ള സ്പെസിമെന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സാമ്പിൾസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും കുറച്ച് സ്റ്റെയിനിങ് ടെക്നിക്സും കാര്യങ്ങളും കൂടെ നമുക്ക് ഇന്ന് നോക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് ഈ ഒരു പോർഷൻ നമ്മുടെ മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ അതിൽ പല പോർഷൻസ് ആയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പ്രോസസിംഗ് ആയാലും സ്റ്റൂൾ എക്സാമിനേഷൻ ഫോർ പാരസൈറ്റിക്. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ ഒരു ഫുൾ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇങ്ങനെ പല പല പാർട്സ് ആയിട്ടാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതെന്താണ്, ഇത് ശരിക്കും എന്താണ്, ഡയഗ്നോസ്റ്റിക്സ് മെത്തേഡ് ഓഫ് പാരസൈറ്റ്സിൽ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് അതൊരു സിസ്റ്റമാറ്റിക് വേയിൽ തന്നെ അത് പഠിച്ചു പോവാം. കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സിൽ ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? മാക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് ഫീക്കസ്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് ഫീക്കസ്, പിന്നെ എക്സാമിനേഷൻ ഓഫ് ബ്ലഡ് ഉണ്ട്, അതിൽ വെറ്റ് പ്രിപ്പറേഷൻ വരുന്നുണ്ട്, സ്റ്റെയിൻഡ് ബ്ലഡ് സ്മിയർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിനേഷൻ ഓഫ് യൂറിൻ ചെയ്യാം. യൂറിൻ വെച്ചിട്ട് പാരസൈറ്റ് ആയിട്ടുള്ള സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഡിസീസ് ആണോ എന്ന് കണ്ടുപിടിക്കാം. സ്പ്യൂട്ടം എക്സാമിൻ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എക്സാമിൻ ചെയ്യാം. എക്സാമിനേഷൻ ഓഫ് ആസ്പിറേറ്റ്സ്, എക്സാമിനേഷൻ ഓഫ് ബയോപ്സി മെറ്റീരിയൽ, കൾച്ചർ, ആനിമൽ ഇനോക്കുലേഷൻ, സെറോളജി ആൻഡ് മോളിക്കുലാർ മെത്തേഡ്സ്. ഇതിൽ സെറോളജി ആൻഡ് മോളിക്കുലാർ മെത്തേഡ്സ് വരുന്നത് നമ്മൾ ഈ കണ്ട റാപ്പിഡ് മെത്തേഡ്സിലാണ്. സോറി, 3.4 എന്ന് പറഞ്ഞിട്ട് ഒരു മോഡ്യൂൾ ഉണ്ട് നമുക്ക്. 3.2 ആൻഡ് 3.3 മാത്രമല്ല, 4ന്റെ അകത്തിൽ നമ്മൾ റാപ്പിഡ് മെത്തേഡ്സ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് പാരസൈറ്റ്സ് ഉണ്ട്. അതാണ് ഈ 10ലും 11ലും കൊടുത്തിരിക്കുന്ന സെറോളജി ആൻഡ് മോളിക്കുലർ മെത്തേഡ്സ്. അപ്പൊ ഇത്രയും മെത്തേഡ്സ് ആണ് നമുക്ക് ടോട്ടൽ ഡയഗ്നോസ്റ്റിക്സ് ഓഫ് പാരസൈറ്റിക് ഡിസീസിൽ നോക്കാനുള്ളത്. അപ്പൊ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിന് നമ്മള് ബ്ലഡ് സ്മിയർ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു അല്ലെ, സ്പെസിമെൻ കളക്ഷൻ. അപ്പൊ അതിന്റെ ടൈമിങ്, സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന കാര്യങ്ങള്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ടൈമിങ് എപ്പോഴും ബിഫോർ ട്രീറ്റ്മെന്റ് ആയിരിക്കണം. അതിന്റെ എപ്പോഴും നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യേണ്ടത് ബിഫോർ ട്രീറ്റ്മെന്റ് ഇറ്റ് ഷുഡ് ബി കളക്ടഡ്. ഇനി മലേറിയ ആൻഡ് ബേബിസിയോസിസ് ഡിസീസസ് ആണ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത് എങ്കിൽ ദ ബ്ലഡ് സ്മിയേഴ്സ് ഷുഡ് ബി ഒബ്റ്റെയിൻഡ് ആൻഡ് എക്സാമിൻഡ് വിത്തൗട്ട് ഡിലേ. ഇനി പാരസൈറ്റേമിയ, അതായത് ഈ പാരസൈറ്റിന്റെ ആ ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് മൾട്ടിപ്പിൾ സ്മിയേഴ്സ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഏകദേശം ഒരു 8 to 12 hours ഇന്റർവെൽസ് ചിലപ്പോ ചില കാര്യങ്ങളിൽ നമുക്ക് വേണ്ടി വരും. പിന്നെ മൈക്രോഫൈലേറിയ, അതായത് ലാർജ് പാരസൈറ്റ്സിനാണ് നമ്മൾ മൈക്രോഫൈലേറിയ എന്ന് പറയുന്നത്. അപ്പം ഈ തരത്തിലുള്ള പാരസൈറ്റിക് സ്റ്റേജിനൊക്കെ നമ്മൾ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഒപ്റ്റിമൽ കളക്ഷൻ ടൈം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ മൈക്രോഫിലേറിയ ഗ്രൂപ്പിന്റെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സ്പീഷീസിന്റെ ടൈം, ലോവ സ്പീഷീസ് ആണെങ്കിൽ മിഡ് ഡേ ആണ് കറക്റ്റ് സ്പെസിമെൻ കളക്ഷൻ ടൈം വരുന്നത്, 10 AM to 2 PM. അപ്പൊ ഈ എടുത്തു പറയുന്നത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. ബ്രൂഗിയ ഓർ ഉക്കറേറിയ ആണെന്നുണ്ടെങ്കിൽ അറ്റ് നൈറ്റ് ആണ്, ആഫ്റ്റർ 8 PM ആണ് ഒപ്റ്റിമം കളക്ഷൻ ടൈം. ഈ മാൻസോണല്ല എനി ടൈം ക്യാൻ ബി കളക്ടഡ്. ഓങ്കോസെർക്ക ആണെങ്കിലും എനി ടൈം ആണ്. ഈ ടൈപ്പ് ഓഫ് സാമ്പിൾസ്, വീനസ് ബ്ലഡ് സാമ്പിൾസ് ആൻഡ് കാപ്പിലറി ബ്ലഡ് സാമ്പിൾസ് ഉണ്ട്. വീനസ് ബ്ലഡ് സാമ്പിൾ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം സഫീഷ്യന്റ് മെറ്റീരിയൽ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട്, ഡയഗ്നോസ് ചെയ്യാനായിട്ട് കിട്ടും. എക്സാമ്പിൾ പറയുന്നത് ഫിലേറിയാസിസ് ആൻഡ് ട്രിപ്പാനോസോമിയാസിസ്. ഈ 2 ഡിസീസിൽ നമ്മൾ വെയിനിൽ നിന്നുള്ള ബ്ലഡ് ആണ് കളക്ട് ചെയ്യുന്നത്. ഇനി സം പാരസൈറ്റിക് ഡിസീസസ് ലൈക്ക് മലേറിയക്കൊക്കെ ആണെങ്കിൽ ഈ വീനസ് ബ്ലഡ് സാമ്പിളിലെ ആന്റി കൊയാഗുലൻസ് പാരസൈറ്റിന്റെ മോർഫോളജിയുമായിട്ട് ഇന്റർഫിയർ ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റെയിനിങ് റിയാക്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? കാപ്പിലറി ബ്ലഡ് സാമ്പിൾസ് ആയിരിക്കണം കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി കാപ്പിലറി ബ്ലഡ് ഒബ്റ്റൈൻഡ് ബൈ ഫിംഗർ സ്റ്റിക്ക്. അപ്പം ടൈപ്പ് ഓഫ് സാമ്പിൾ നമ്മൾ പറയുമ്പോൾ ഈ കാപ്പിലറി
ബ്ലഡിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ശ്രദ്ധിക്കണം. ലേബിൾഡ് പ്രീ ക്ലീൻഡ് സ്ലൈഡ്സ്, പ്രിഫറബിളി frozen end with the patient's name or other identifier and date and time of collection. Clean the site well with alcohol, allowed to dry. Prick the side of the pulp of the third or fourth finger. Alternate sides include earlobe or in infants, large toe or hair. Wipe away the first drop of blood with clean gauze. Prepare at least 2 thick smears and 2 thin smears. അപ്പോൾ ഓരോ ബ്ലഡ്, വീനസ് ബ്ലഡ് കളക്ഷൻ ആണെങ്കിൽ വീനസ് ബ്ലഡ് നമ്മൾ വിനിപങ്ചർ വഴിയാണ് കളക്ട് ചെയ്യുന്നത്. ലേബിൾഡ് കളക്ഷൻ ട്യൂബ്സ് ആൻഡ് പ്രീ ക്ലീൻ ദ സ്ലൈഡ്സ്, പ്രിഫറബിളി ഫ്രോസ്റ്റഡ് എൻഡ് വിത്ത് ദ പേഷ്യൻസ് നെയിം ഓർ അതർ ഐഡന്റിഫയർ ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് കളക്ഷൻ. ക്ലീൻ ദ സൈഡ് വെൽ വിത്ത് ആൽക്കഹോൾ, allowed to dry. Collect the venous blood in a vacuum tube containing anticoagulant, preferably EDTA. അപ്പൊ ഈ ആന്റികോയാഗുലന്റ് ഫോർ വീനസ് ബ്ലഡ് കളക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? EDT ആണ്. ഓൾട്ടർനേറ്റീവ്ലി കളക്ട് ദ ബ്ലഡ് ഇൻ എ സിറിഞ്ച് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു എ ട്യൂബ് വിത്ത് ആന്റികോയാഗുലന്റ് ആൻഡ് മിക്സ് വെൽ. അപ്പൊ ഡയറക്ട്ലി നമുക്ക് വാക്യൂം ട്യൂബിലേക്ക് കളക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സിറിഞ്ചിൽ കളക്ട് ചെയ്തിട്ട് വാക്യൂം ട്യൂബിലേക്ക് മാറ്റാം. പ്രിപ്പയർ അറ്റ്ലീസ്റ്റ് 2 thick smears and 2 thin smears as soon as possible after collection. അപ്പം എക്സാമിനേഷൻ ഓഫ് ബ്ലഡ് നോക്കാം. അപ്പം നെക്സ്റ്റ് ടു ഫീക്കസ്, അതായത് ഫീക്കസ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കളക്ട് ചെയ്യുന്ന ഒരു സാമ്പിൾ ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെ സ്റ്റേജസ് ഓഫ് പാരസൈറ്റ്, അല്ലെ ഏതൊക്കെ തരത്തിലുള്ള പാരസൈറ്റ്സിനാണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഈ ബ്ലഡ് എക്സാമിൻ ചെയ്യുന്നതെന്ന് നോക്കാം. പ്ലാസ്മോഡിയം സ്പീഷീസ്, ബേബീസിയ സ്പീഷീസ്, ട്രിപ്പാനോസോമ ബ്രൂസിയെ ഗാംബിയൻസിയെ സ്പീഷീസ്, ട്രിപ്പാനോസോമ ബ്രൂസിയെ റോഡേസിയൻസിയെ, ട്രിപ്പാനോസോമ ക്രൂസി, ഉക്കറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് ബ്രൂഗിയ മലൈ. ഇതൊക്കെ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്ന പാരസൈറ്റ്സ് ആണ്. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പ്ലാസ്മോഡിയ സ്പീഷീസ് വരുന്നുണ്ട്, ബേബീസിയ, ട്രിപ്പാനോസോമയുടെ തന്നെ 3 തരത്തിലുള്ള സ്പീഷീസ് ഉണ്ട്, ഉക്കറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് ബ്രൂഗിയ മലൈ. ഇനി എക്സാമിനേഷൻ ഓഫ് ബ്ലഡിൽ 2 മെത്തേഡ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്, വെറ്റ് പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റെയിൻഡ് ബ്ലഡ് സ്മിയേഴ്സ്. അതിൽ വെറ്റ് പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ എ ഡ്രോപ്പ് ഓഫ് ആന്റികോയാഗുലേറ്റഡ് ബ്ലഡ് ഈസ് പ്ലേസ്ഡ് ഓൺ എ ക്ലീൻ ഗ്ലാസ് സ്ലൈഡ് ആൻഡ് കവർ സ്ലിപ്പ് ഈസ് പുട്ട് ഓവർ ഇറ്റ്. ദിസ് പ്രിപ്പറേഷൻ ഈസ് എക്സാമിൻഡ് മൈക്രോസ്കോപ്പിക്കലി ഫോർ പാരസൈറ്റ്സ് സച്ച് ആസ് ട്രിപ്പാനോസോംസ് ആൻഡ് മൈക്രോഫില്ലറി. ഇത് ഈ 2 തരത്തിലുള്ള പാരസൈറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്താണ്, ബ്ലഡ് നമ്മൾ ഒരു സ്ലൈഡിലേക്ക് വെച്ചിട്ട് കവർ സ്ലിപ്പ് ഒരു ആന്റികോയാഗുലേറ്റഡ് ബ്ലഡ് അതിന്റെ ഒരു ഡ്രോപ്പ് എടുത്തിട്ടാണ് നമ്മൾ കവർ സ്ലിപ്പ് വെച്ചിട്ട് മൈക്രോസ്കോപ്പിൽ എക്സാമിൻ ചെയ്യുന്നത്. ഈ ട്രിപ്പാനോസോംസും മൈക്രോഫില്ലറിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. വെറ്റ് പ്രിപ്പറേഷനിൽ നമ്മൾ കാണുന്ന സമയത്തുള്ള പിക്ചറാണ്. ഈ സ്റ്റെയിൻഡ് ബ്ലഡ് സ്മിയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തിൻ ബ്ലഡ് സ്മിയർ ആൻഡ് തിക്ക് ബ്ലഡ് സ്മിയർ നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പം ഇതില് 3 തരത്തിലുള്ള സ്റ്റെയിൻഡ് ബ്ലഡ് സ്മിയേഴ്സ് ഉണ്ട്. തിന്ന്, തിക്ക്, അതേപോലെ തന്നെ തിൻ ആൻഡ് തിക്ക് രണ്ടും കൂടിയിട്ട് ഒരു സെയിം സ്ലൈഡിലും നമുക്ക് ബ്ലഡ് സ്മിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് തിൻ ബ്ലഡ് സ്മിയർ നോക്കാം. തിൻ ബ്ലഡ് സ്മിയർ എന്ന് പറയുമ്പോൾ നമ്മൾ തിൻ ആയിട്ടുള്ള, അതായത് നമുക്ക് കാണുമ്പോൾ ഒരു തിൻ കൺസിസ്റ്റൻസിൽ തോന്നുന്ന ബ്ലഡ് സ്മിയർ ആണ്. ഇതിന്റെ പ്രിപ്പറേ ചെയ്യുന്ന ആ ഒരു ഡിഫറൻസിലാണ് ഈ തിൻ ആൻഡ് തിക്ക് വരുന്നത്. അതിന്റെ ഒരു തിക്നെസ് ബേസിലാണ് പറയുന്നത്. തിൻ ബ്ലഡ് സ്മിയർ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാസ്മോഡിയ and other parasites present in erythrocytes. The pulp of the finger or the lobe of the ear is wiped out with a spirit and allowed it to dry. It is pricked with a sterile cutting needle under all aseptic conditions. A drop of blood is taken on the grease-free glass slide at one end and other end. Keep at an angle of 30 degrees and pushed gently to the end. The smear is formed with the tails and it is allowed to dry. ഈ തിക്ക് ബ്ലഡ് സ്മിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തിക്നെസ്സോടെ നമ്മൾ ചെയ്യുന്ന സ്മിയറിനാണ് തിക്ക് ബ്ലഡ് സ്മിയർ എന്ന് പറയുന്നത്. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള തിക്നെസ് എത്രയാണെന്നാണ് നമുക്ക് വരുന്ന സ്ലൈഡ്സിൽ കാണാനായിട്ട് പറ്റും. തിക്ക് ബ്ലഡ് സ്മിയർ എന്ന് പറയുമ്പോൾ അവിടെ 4 drops ഓഫ് ബ്ലഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. 4 drops ഓഫ് ബ്ലഡ് നമ്മൾ സ്ലൈഡിൽ ഒഴിച്ചു. അതിനുശേഷം കോർണർ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നീഡിൽ ഉപയോഗിച്ചു. ഓൾസോ ബി പ്രിപ്പയർഡ് ബൈ സ്പ്രെഡിംഗ് വിത്ത് എ നീഡിൽ ഓർ വിത്ത് ദ കോർണർ ഓൺ അനദർ സ്ലൈഡ്. ഏകദേശം 1 cm² ആണ് ആ ഒരു സ്ലൈഡിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. തിക്നെസ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് മസ്റ്റ് അലൗ ടു റീഡ് ദ ന്യൂസ് പേപ്പർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിക്ക് ബ്ലഡ് സ്മിയറിന്റെ തിക്നെസ് എത്രത്തോളം ഉണ്ട്, അപ്പൊ ആ തിക്നെസ് എത്രത്തോളമാണ്, ആ തിക്നെസ് ഇറ്റ് മസ്റ്റ് ഷുഡ് അലൗ ടു റീഡ് എ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പർ വായിക്കാൻ തരത്തിലുള്ള അത്രയും ട്രാൻസ്പെറന്റ്, അത്രയും തിക്നെസ് ആണ് ഈ തിക്ക് ബ്ലഡ് സ്മിയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദ സ്മിയർ ഈസ് ഡീഹീമോഗ്ലോബിനൈസ്ഡ് പ്രയർ ടു സ്റ്റെയിനിങ്.
ഓക്കെ, ഹീമോഗ്ലോബിൻ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡൺ ത്രൂ പ്ലേസിംഗ് ദ സ്മിയർ ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ ഇൻ എ ഗ്ലാസ് സിലിണ്ടർ ഫോർ 5 to 10 minutes. വിത്ത് വാട്ടർ ബേസ്ഡ് സ്റ്റെയിൻ, ഇപ്പൊ വാട്ടർ ബേസ്ഡ് സ്റ്റെയിൻസ് ആയിട്ടുള്ള ഗീംസിയ, JSB, ഇവിടെയൊക്കെ ഡീഹീമോഗ്ലോബിനൈസേഷൻ ഒക്കേഴ്സ് വെൻ ദ സ്റ്റെയിൻ ഇസ് പൗർഡ് ഓൺ ദ സ്മിയർ. വൈൽ ഫോർ ആൽക്കഹോൾ ബേസ്ഡ് സ്റ്റെയിൻ ആണെന്നുണ്ടെങ്കിൽ ലീഷ്മാൻ എക്സാമ്പിൾ ആണ്, അവിടെ വാട്ടർ ആണ് ഹീമോഗ്ലോബിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി തിക്ക് ആൻഡ് തിൻ ബ്ലഡ് സ്മിയേഴ്സ് ഓൺ ദ സെയിം സൈഡ്, അവിടെ 2 drops ഓഫ് ബ്ലഡ് ടേക്കൺ അറ്റ് 2 different പ്ലേസസ് ഓൺ ദ സെയിം സൈഡ്. ഒരു സെയിം സൈഡിൽ തന്നെ 2 സ്ഥലത്ത് 2 ഡ്രോപ്പ് വീതം ബ്ലഡ് നമ്മൾ ഒഴിച്ചു. 1 drop ഈസ് മെയ്ഡ് ഇൻ ടു തിക്ക് പ്രിപ്പറേഷൻ ആൻഡ് അനദർ ഇൻ ടു തിൻ സ്മിയർ. തിൻ സ്മിയർ ഓൺ ലാർജർ ഏരിയ ആൻഡ് തിക്ക് സ്മിയർ ഓൺ സ്മോളർ ഏരിയ. ഉണ്ടോ, ഇങ്ങനെയായിരിക്കും തിക്ക് ആൻഡ് തിൻ ബ്ലഡ് സ്മിയർ ഓൺ സെയിം സ്ലൈഡ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. 2 എഡ്ജിൽ 2 തിക്നെസ്സിൽ നമ്മൾ ചെയ്യും. നെക്സ്റ്റ് സ്റ്റെയിനിങ് ഓഫ് ബ്ലഡ് സ്മിയേഴ്സ്. എങ്ങനെയാണ് ബ്ലഡ് സ്മിയർ സ്റ്റെയിൻ ചെയ്യുന്നത്? തിക്ക് ഓർ തിൻ ബ്ലഡ് സ്മിയേഴ്സ് ആർ സ്റ്റെയിൻഡ് വിത്ത് റൊമാനോസ്കി സ്റ്റെയിൻസ്. എക്സാമ്പിൾ ലേഷ്മാൻ സ്റ്റെയിൻ, ഗീംസിയ സ്റ്റെയിൻ, ഫീൽഡ് സ്റ്റെയിൻ, ജസ്വന്ത് സിംഗ് ആൻഡ് ഭട്ടാചാര്യ. അതിന് JSB എന്നാണ് നമ്മൾ പറയുന്നത്, JSB സ്റ്റെയിൻ എന്നാണ് പറയുന്നത്. ഈ സ്റ്റെയിനിന്റെ കോമ്പിനേഷൻ വിത്ത് മെത്തിലിൻ ബ്ലൂ ആൻഡ് EOC. They also contain oxidation products of methylene blue named as they provide contrast in PS. അപ്പോ ഇതിൽ സൈറ്റോപ്ലാസം ഓഫ് പ്രോട്ടോസോവൽ പാരസൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന കാണാൻ പറ്റുന്ന ഒരു കളർ എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റെയിനിൽ നമുക്ക് സൈറ്റോപ്ലാസം ഓഫ് പ്രോട്ടോസോവൽ പാരസൈറ്റ്സിന്റെ കളർ എന്ന് പറയുന്ന ബ്ലൂവും, ന്യൂക്ലിയസ് ന്യൂക്ലിയൈ റെഡ് കളറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ലേഷ്മാൻ സ്റ്റെയിൻ നോക്കാം. പ്രയർ ഫിക്സേഷൻ വേണ്ടാത്ത ഒരു സ്റ്റെയിൻ ആണ്, അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്ത സ്റ്റെയിൻ ആണ് ലേഷ്മാൻ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ആൻ ആൽക്കഹോളിക് സൊല്യൂഷൻ വിച്ച് ഫിക്സസ് ആസിഡ് സ്റ്റെയിൻ. അപ്പൊ ഇതിൽ ഓൾറെഡി ഒരു ആൽക്കഹോളിക് കോമ്പോണന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു പ്രയർ ഫിക്സേഷന്റെ ആവശ്യമില്ല. കോമ്പോസിഷൻ ലേഷ്മാൻ ഡ്രൈ പൗഡർ 0.015 gram ആൻഡ് അബ്സല്യൂട്ട് മീഥൈൽ ആൽക്കഹോൾ 100 ml. പ്രൊസീജിയർ: ഫസ്റ്റ് സ്മിയർ is covered with ലേഷ്മാൻ സ്റ്റെയിൻ for 2 minutes. Add buffer solution over the smear and leave it for 15 to 20 minutes. Then the slide is washed with buffered distilled water. It is air dried and examined under the oil immersion. ഇനി ഗീംസിയ സ്റ്റെയിൻ നോക്കാം. ഇവിടെ പ്രയർ ഫിക്സേഷന്റെ ആവശ്യമുണ്ട്. ആസ് ദ സ്റ്റെയിൻ ഈസ് യൂസ്ഡ് ഇൻ അക്വസ് സൊല്യൂഷൻ, ആൽക്കഹോൾ ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രയർ ഫിക്സേഷന്റെ ആവശ്യമുണ്ട്. ദ സ്മിയർ ഈസ് ഫിക്സഡ് വിത്ത് അബ്സല്യൂട്ട് ആൽക്കഹോൾ ഫോർ 2 to 3 minutes. കോമ്പോസിഷൻ ഓഫ് ഗീംസിയ സ്റ്റെയിൻ നോക്കാം. ഗീംസിയ സ്റ്റെയിൻ പൗഡർ 0.75 gram, ഗ്ലിസറോൾ 25 ml, മെഥനോൾ 75 ml. Procedure: fixed smear is immersed in 1:10 dilution of Giemsa stain in buffered water. The stain is washed with the buffered water. It is examined under oil immersion length. ഇനി Giemsa സ്റ്റെയിനിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഫോർ സ്റ്റെയിനിങ് തിക്ക് ആൻഡ് തിൻ സ്മിയർ it is dehemoglobinized and then stained along with the thin smear. അപ്പൊ ഫസ്റ്റ് ഹീമോഗ്ലോബിൻ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ തിൻ സ്മിയറിൽ സ്റ്റെയിൻ ചെയ്യാണ് ചെയ്തത്. A line with a glass marking pencil is made or drawn between the 2 smears. Undiluted Leishman stain poured over thin smear. After dilution, the stain is flooded over the thick smear also. In case of Giemsa stain, thin smear is fixed first. Giemsa stain കേസിൽ എപ്പോഴും thin smear ആയിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. After drying, the whole slide is flooded with the diluted Giemsa stain and is kept for 30 minutes to 2 hours. ഈ ഫീൽഡ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫോർ സ്റ്റെയിനിങ് തിക്ക് ബ്ലഡ് സ്മിയേഴ്സ് വിത്തൗട്ട് ഫിക്സേഷൻ. അപ്പോൾ വളരെ ലാർജ് നമ്പർ ഓഫ് സ്മിയേഴ്സ് ഉണ്ട് നമുക്ക് എക്സാമിൻ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെയിൻ ആണ് ഈ ഫീൽഡ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കോമ്പോസിഷൻ സൊല്യൂഷൻ എ ആൻഡ് സൊല്യൂഷൻ ബി അങ്ങനെ പറഞ്ഞിട്ടാണ് ഇതിന്റെ കോമ്പോസിഷൻ പറയുന്നത്. ഇതിൽ സൊല്യൂഷൻ എയിൽ മിഥിലിൻ ബ്ലൂ ഉണ്ട് 0.8 gram, അസ്യൂർ 1 ഉണ്ട് 0.5 gram, പൊട്ടാസ്യം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് അൺഹൈഡ്രസ് 6.25 gram, ഡൈസോഡിയം ഹൈഡ്രജൻ 5 gram and distilled water 500 ml. ഇനി സൊല്യൂഷൻ ബി നോക്കാം. ഇയോസിൻ 1 gram, പൊട്ടാസ്യം ഹൈഡ്രജൻ 6.25 gram, sodium hydrogen phosphate 5 gram, distilled water 500 ml. Procedure of field stain: thick smear is immersed in solution A. Solution A il thick smear നമ്മൾ immerse ചെയ്തു for 1 to 2 seconds. Then it is removed and
immediately washed in a clean water for few seconds, then immersed in solution B for 1 second. വീണ്ടും റിമൂവ് ചെയ്തു, റിൻസ് ജെന്റ്ലി വിത്ത് ക്ലീൻ വാട്ടർ ഫോർ 2 to 3 seconds, then air dried and examined under oil immersion. ഇനി JSB stain, rapid Romanowski method of staining malarial parasite. ഓക്കെ, അപ്പൊ ഇങ്ങനെ പേരെടുത്ത് പറയുന്ന സ്റ്റെയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കാം. അപ്പൊ JSB ട്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് റൊമാനോസ്കി മെത്തേഡ് ഓഫ് സ്റ്റെയിനിങ് മലേറിയൽ പാരസൈറ്റിന് ഒരു സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ് ഈ JSB സ്റ്റെയിൻ എന്ന് പറയുന്നത്. വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെയിൻ കൂടിയാണ്. കോമ്പോസിഷൻ നോക്കാം. സൊല്യൂഷൻ 1 മെഥിലിൻ ബ്ലൂ 0.5 gram, ഡിസ്റ്റിൽഡ് വാട്ടർ 500 ml, 1% sulfuric acid 3 ml, potassium dichromate 0.5 gram and 1% potassium hydroxide 10 ml. Solution 2 eosin 1 gram and distilled water 500 ml ആണ്. Procedure, prior to staining, thin smear is fixed with methyl alcohol for 3 to 5 minutes, while fixation is not required in thick blood smear. അപ്പോൾ thick blood smearൽ ഫിക്സേഷന്റെ ആവശ്യമില്ല. Smear is immersed in solution for solution 1. സൊല്യൂഷൻ 1 ഫസ്റ്റ് സ്മിയർ ഇമേഴ്സ് ചെയ്ത് 30 seconds വെച്ചു. അതിനുശേഷം അസിഡുവേറ്റഡ് വാട്ടറിൽ ഏകദേശം pH വരുന്നത് 6.2 to 6.6 ആണ്. ഓക്കെ, ആ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ഇമേഴ്സ് ചെയ്തു. സൊല്യൂഷൻ 2 ആണ് ഇവിടെ, സോറി 1 തന്നെയാണല്ലേ രണ്ട് സൈഡിലും, സോറി ഇത് 2 ആണ്. ഫോർ 30 seconds washed again with acidulated water for 10 seconds. There are 3 jars containing solution 1 and 2. Slide is immersed in 3 jars. Smear is air dried and examined under oil immersion. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ 1 30 seconds വെച്ചതിന് ശേഷം അസിഡുലേറ്റഡ് വാട്ടർ ഇട്ട് വാഷ് ചെയ്തു ഫോർ 4 seconds. ദെൻ സൊല്യൂഷൻ 2 30 seconds. ദെൻ വീണ്ടും ഈ അസിഡുലേറ്റഡ് വാട്ടറിൽ നമ്മൾ വീണ്ടും വാഷ് ചെയ്തു ഫോർ 10 seconds. ഓക്കെ, ഇനി സ്പെസിമെൻ പ്രോസസിംഗ് ഫോർ പ്രിപ്പയറിംഗ് ബ്ലഡ് സ്മിയേഴ്സ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ ഈ ബ്ലഡ് സ്മിയറിന് നമുക്ക് എന്താ തിക് ബ്ലഡ് ഫിലിം ആൻഡ് തിൻ ബ്ലഡ് ഫിലിം എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇതില് നമുക്ക് ഈ കറക്റ്റ് ആയിട്ടുള്ള തിക്നെസ് എത്രയാണെന്ന് കൂടെ നോക്കാം. അപ്പൊ തിക്ക് സ്മിയേഴ്സ് ആണെങ്കിൽ തിക്ക് ലെയർ ഓഫ് ഡി ഹീമോഗ്ലോബിലൈസ്ഡ് ലൈസ്ഡ് റെഡ് ബ്ലഡ് സെൽസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ദ ബ്ലഡ് എലമെന്റ്സ് ഇൻക്ലൂഡിംഗ് പാരസൈറ്റ്സ് ആർ മോർ കോൺസെൻട്രേറ്റഡ് ഇൻ തിക് സ്മിയേഴ്സ്. അപ്പോൾ ഈ പാരസൈറ്റ്സിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതലിരിക്കുന്നത് തിക് സ്മിയറിലാണ്. അതിന്റെ ആ ഒരു നമ്പർ പഠിച്ചു വെക്കുക, 30x ആണ് റേഷ്യോ വരുന്നത്. തിക്ക് സ്മിയറിനെ തിൻ സ്മിയറിനെ കാട്ടിലും 30 times ആണ് അതിന്റെ കോൺസെൻട്രേഷൻ വരുന്നത്. ഓക്കെ, TBF allow a more efficient detection of parasites. അപ്പൊ തിക്ക് സ്മിയേഴ്സിൽ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള പാരസൈറ്റ് ഡിറ്റക്ഷൻ നമുക്ക് പോസിബിൾ ആണ്. അതേപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞാലും ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി ഉള്ള ഒരു സ്മിയർ കൂടിയാണ് TBF അല്ലെങ്കിൽ തിക്ക് ബ്ലഡ് ഫിലിം. അതിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് കൂടെ പറയുന്നുണ്ട്. ദേ ഡു നോട്ട് പെർമിറ്റ് ആൻ ഒപ്റ്റിമൽ റിവ്യൂ ഓഫ് പാരസൈറ്റ് മോർഫോളജി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പാരസൈറ്റിന്റെ മോർഫോളജിയിൽ ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ഈ തിക്ക് സ്മിയർ തരുന്നില്ല. കാരണം കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ പാരസൈറ്റിനെ നമുക്കിപ്പം ഐഡന്റിഫൈ ചെയ്ത് ഏത് സ്പീഷീസ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ തിക്ക് സ്മിയേഴ്സിൽ നമുക്ക് പറ്റാറില്ല. അപ്പം അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ കൂടെ നോക്കാം. പ്രിപ്പയർ അറ്റ്ലീസ്റ്റ് 2 smears per patient. തിക്ക് ബ്ലഡ് ഫിലിം ആണെന്നുണ്ടെങ്കിൽ 2 smears per patient ആണ് പറയുന്നത്. പ്ലേസ് എ സ്മോൾ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഇൻ ദ സെന്റർ ഓഫ് ദ പ്രീ ക്ലീൻഡ് ലേബിൾഡ് സ്ലൈഡ്. Using the corner of another slide or an applicator stick, spread the drop in a circular pattern until it is the size of a dime. 1.5 centimeter square ആണ് ഡയമെൻഷൻ പറയുന്നത്. A thick smear of proper density is one which, if placed wet over newsprint, allows you to barely read the words. Lay the slides flat and allow the smears to dry thoroughly. Protect from dust and insects. Insufficiently dried smears can detach from the slides during stain. റൂം ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈയിങ് എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കും. 30 minutes ആണ് ഏറ്റവും മിനിമം ആയിട്ടുള്ള ഡ്രൈയിങ് ടൈം വരുന്നത്. ഇനി തിക്ക് സ്മിയേഴ്സിനെ ഹോട്ട് എൻവയോൺമെന്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. അതിന്റെ ആ ഒരു ഹീറ്റ് ഫിക്സിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഹോട്ട് എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ഡിസ്റ്റർബ് ആവാൻ സാധ്യതയുണ്ട്. ഇനി തിക്ക് സ്മിയേഴ്സിന് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ഫിക്സേഷൻ മെറ്റീരിയൽ മെത്തനോൾ അല്ലെങ്കിൽ ഹീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ തിക്ക് സ്മിയേഴ്സിന് ഫിക്സ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം ഇപ്പൊ നമുക്ക് ഈ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ തിക്ക് സ്മിയറിനെ
നമ്മൾ ഡിപ്പ് ചെയ്യണം, വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് ഹീമോലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കി പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഇനി തിൻ ബ്ലഡ് ഫിലിം നോക്കാം. പർപ്പസ് എന്താണ്? തിൻ ബ്ലഡ് സ്മിയർ അവിടെ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇനി RBC മോർഫോളജിക്കൽ സ്റ്റഡി, WBC അബ്നോർമാലിറ്റി സ്റ്റഡി, പ്ലാസ്മോഡിയം ആൻഡ് ബോറീലിയ സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് തിൻ ബ്ലഡ് ഫിലിമിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. തിൻ സ്മിയേഴ്സിൽ ബ്ലഡ് സ്പ്രെഡ് ഇൻ എ ലെയർ ആയിരിക്കും ഉണ്ടാവുക, സച്ച് ദാറ്റ് ദ തിക്നെസ് ഡിക്രീസസ് പ്രോഗ്രസീവ്ലി ടുവേർഡ്സ് ഫെതേർഡ് എഡ്ജ്. അതായത് ആ ഒരു ഫെതേർഡ് എഡ്ജിലേക്ക് വരുമ്പോൾ അതിന്റെ തിക്നെസ് കുറഞ്ഞു വരും. In the feathered edge, the cells should be in a monolayer, not touching one another. ഇപ്പൊ ഓരോ ലെയറും ഫെതേർഡ് എഡ്ജിൽ, അതായത് ഏറ്റവും കുറവ് ട്രാൻസ്പെറന്റ് ആയിട്ട് തോന്നുന്ന ആ ഒരു ലെയറിലേക്ക് വരുമ്പോൾ അതൊരു സിംഗിൾ ലെയർ ആയിട്ട്, മോണോ ലെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആ ഓരോ ലെയർ തമ്മിലും യാതൊരു ബന്ധവും ഉണ്ടാവില്ല, നോട്ട് ടച്ചിങ് വിത്ത് വൺ അനദർ. പ്രിപ്പയർ അറ്റ്ലീസ്റ്റ് 2 smears per patient. തിൻ സ്മിയറിലും 2 smears ആണ് പറയുന്നത്. പ്ലേസ് എ സ്മോൾ ഡ്രോപ്പ് ഓഫ് ദ ബ്ലഡ് ഓൺ എ പ്രീ-ക്ലീൻ ലേബിൾഡ് സ്ലൈഡ് നിയർ ഇറ്റ്സ് ഫ്രോസൺ എഡ്ജ് അപ്രോക്സിമേറ്റ്ലി 1/4 inch from the frosted area of the glass slide. Bring another slide at 30 to 45 degree angle up to the drop, allowing the drop to spread along the contact line of the 2 slides. Quickly push the upper spreader slide toward the unfrosted end of the lower slide. ഇനി ഈ ഫെതേർഡ് എഡ്ജ് നമ്മൾ പറയുന്നതാണ് ആ ഒരു തിക്നെസ് കുറവ് വരുന്ന ആ ഒരു എഡ്ജ്, ഫെതേർഡ് ആയിട്ടുള്ള നമ്മൾ ആ ഒരു സ്മിയർ ചെയ്യുന്ന സമയത്ത് ഫെതേർഡ് പോലെ ഉള്ള ആ ഒരു എഡ്ജ് എപ്പോഴും നല്ലതായിട്ട് ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു തിൻ ബ്ലഡ് ഫിലിം ചെയ്യുന്ന സമയത്ത്. അപ്പം ഇത് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് കറക്റ്റ് എമൗണ്ട് ഓഫ് ബ്ലഡ് ആണ് നമ്മൾ സ്പ്രെഡ് ചെയ്തത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നല്ലൊരു ഫെതേർഡ് എഡ്ജ് ആ ഒരു സ്മിയറിന് ഉണ്ടാവുക. ഇനി സ്മിയേഴ്സ് കൃത്യമായിട്ട് ഡ്രൈ ചെയ്യുക. ദേ ഡ്രൈ മച്ച് ഫാസ്റ്റർ ദാൻ thick smears and are less subject to detachment because they will be fixed. ഇനി അബ്സല്യൂട്ട് മെത്തനോൾ യൂസ് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഇനി തിക്നെസ് ഓഫ് ദ സ്മിയർ എന്തൊക്കെ കാര്യങ്ങളാണ് തിക്നെസിനെ ബാധിക്കുന്നത്? ആംഗിൾ ഓഫ് ദ സ്പ്രെഡർ സ്ലൈഡ്, ദ ഗ്രേറ്റർ ദ ആംഗിൾ ദ തിക്കർ ദ സ്മിയർ, സൈസ് ഓഫ് ദ ബ്ലഡ് ഡ്രോപ്പ് ആൻഡ് സ്പീഡ് ഓഫ് ദ സ്പ്രെഡിങ്. ഇത്രയും കാര്യങ്ങളാണ് തിക്നെസ് ഓഫ് ദ സ്മിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഈ ഫീച്ചർ ഓഫ് എ വെൽ മെയ്ഡ് ഫിലിം, നല്ലതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഫിലിമിന്റെ ഫീച്ചേഴ്സ്. ദർ ഈസ് നോ ലൈൻ എക്സ്റ്റെൻഡിങ് അക്രോസ് ഓർ ഡൗൺ ത്രൂ ദ ഫിലിം. ഓക്കെ, ഫിലിമിന് താഴെയോ അല്ലെങ്കിൽ അതിന് അക്രോസ് ആയിട്ടോ ലൈൻ ഒന്നും തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. എൻഡില് സ്മൂത്ത് ആയിരിക്കണം. കറക്റ്റ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എ ജഗ്ഡ് ടെയിൽ എന്നാണ് പറയുന്നത്. ഒരു സ്മൂത്ത് ആയിട്ടുള്ള എൻഡ് ഉണ്ടാവണം ആ ഒരു ഫിലിമിന്. അതുപോലെ തന്നെ നോട്ട് ടു ലോങ് ഓർ നോട്ട് ടു ഷോർട്ട്. Film is not too thick, does not contain holes due to grease in the slide. Holes ഉണ്ടാവാൻ പാടില്ല. Thicker area make a gradual translation to the thin slide. Blood on the thin area does not extend to the end and should cover half to 3/4 of the area of the slide. ഏകദേശം അര മുതൽ 75% സ്ലൈഡിന്റെ ആ ഒരു പോർഷനും കവർ ആയിട്ട് വേണം ഈ ഒരു തിൻ ബ്ലഡ് ഫിലിമിൽ ബ്ലഡ് സ്മിയർ ഉണ്ടാവാനായിട്ട്. Staining the blood films. അതിൽ methanol fixing thin blood film. When the smear completely dry, fix the absolute methanol. Place the film on the staining rack and add 1 to 2 drops of the moisture-free methyl alcohol. Allow it to dry on the air. Alternative blood film can be immersed in a container of absolute methanol for about 2 minutes. അപ്പൊ ഈ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നത്. ഇനി റൈറ്റ് സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് സ്റ്റെയിൻ ചെയ്യാം. റൈറ്റ് സ്റ്റെയിൻ എന്ന് പറഞ്ഞൊരു പോളിക്രോമാറ്റിക് സ്റ്റെയിൻ ആണ്. ഇറ്റ്സ് പ്രൊഡ്യൂസ് മൾട്ടി കളേർഡ് സ്റ്റെയിൻ. പ്രിപ്പറേഷൻ: പ്യുവർ വെയിറ്റ് സ്റ്റെയിൻ 0.2 gram is added 100 ml anhydrous acetone free methanol alcohol. The mixture is shaken to suspend and dissolve the stain and is placed on an electric plate 60 degrees Celsius until the stain has dissolved completely. Then the stain is allowed to cool and is filtered through dry coarse filter paper. Then the stain നമ്മൾ ഏജ് ആവാൻ വേണ്ടിയിട്ട് 37 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 30 മുതൽ 40 ദിവസം വരെ അതൊരു ഏജിങ്ങിന് വേണ്ടിയിട്ട് വെച്ചു. For the reagent to respond and dissolve any particulate matter that may be present. The stain is filtered before use. To prevent the plasma background, the film from staining BF should be stained within a few hours of preparation or fix ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു within a few hours തന്നെ അത് സ്റ്റെയിൻ ചെയ്തിരിക്കണം. ഫിക്സേഷൻ മേ ബി അക്കംപ്ലിഷ്ഡ് ബൈ ഇമേർഷൻ ഓഫ് ദ സ്ലൈഡ് സ്ലിംഗ് reagent filed
jars. Fixation is for 1 or 2 minutes with the absolute methanol. Absolute methanol 1 to 2 minutes ആണ് ഒപ്റ്റിമം ആയിട്ട് പറയുന്നത്. Add the stain on smear. Without removing the stain from the horizontal slide, equal amount of buffer carefully added and mixed by blowing gently. Allow this dilute stains to act for 10 minutes without disturbing the slide filled with distilled water. Stand the glass slide and end to dry. Film stained well with the right stains have a pink color when viewed with the naked eye. അപ്പം റൈറ്റ് സ്റ്റെയിനിൽ ഫൈനലി ഒരു പിങ്ക് കളർ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതിലുള്ള പ്രോബ്ലംസ് കുറച്ച് പറയുന്നുണ്ട്. റൈറ്റ് സ്റ്റെയിനിൽ റൈറ്റ് സ്റ്റെയിൻ ഇസ് ടു ആസിഡിക്. അപ്പോൾ ഇൻസഫിഷ്യന്റ് സ്റ്റെയിനിങ് ടൈം ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെയിനിങ് ടൈം യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെയിനിങ് കറക്റ്റ് ആവത്തില്ല. അപ്പൊ ടു ആസിഡിക് ആയതുകൊണ്ട് തന്നെ റൈറ്റ് സ്റ്റെയിനിങ്ങിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള ഡിലേ വരാനായിട്ട് പാടില്ല. പ്രോലോങ്ഡ് ബഫറിംഗ് ഓർ വാഷിംഗ്. ബഫർ ചെയ്യുന്ന ടൈം കൂടുക അല്ലെങ്കിൽ വാഷ് ചെയ്യാനുള്ള ടൈം കൂടുക, അവിടെയും റൈറ്റ് സ്റ്റെയിൻ വർക്ക് ആവില്ല. ടു ആസിഡിക് സ്റ്റെയിൻ ബഫർ ഓർ വാട്ടർ വിച്ച് മേ ബി ഡ്യൂ ടു ദ എക്സ്പോഷർ ഓഫ് സ്റ്റെയിൻ ഓർ buffer to acid fumes, or it may hold old stain. The methyl alcohol has slowly oxidized to formic acid. Methyl alcohol oxidize ആയി ഫോർമിക് ആസിഡ് ആവാനുള്ള സാധ്യതയുമുണ്ട്. ഇനി അസിഡിക് ഡൈസ്, അതിന് ഉള്ള റെമഡീസ് പറയുന്നുണ്ട്. പ്രോലോങ്ഡ് സ്റ്റെയിനിങ് ടൈം, എക്സാക്ട് ദ pH ഓഫ് ദ സ്റ്റെയിൻ ആൻഡ് ബഫർ, or കറക്റ്റ് വിത്ത് ആൽക്കലൈൻ ഇഫ് നെസസറി. അപ്പോൾ കറക്റ്റ് ആയിട്ട് അതിന്റെ pH ഒപ്റ്റിമത്തിൽ വെക്കുക എന്നുള്ളതാണ് റെമഡി ആയിട്ട് പറയുന്നത്. ബഫറിംഗ് ടൈം കുറച്ചാലും നമുക്ക് ആസിഡിക് ഡൈ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ടു ആൽക്കലൈൻ pH കൂടുകയാണെന്നുണ്ടെങ്കിൽ തിക്ക് ബ്ലഡ് സ്മിയർ യൂസ് ചെയ്യാം, പ്രപ്പോസൽ സ്റ്റെയിനിങ് യൂസ് ചെയ്യാം. ന്യൂ സ്റ്റെയിൻ സൊല്യൂഷൻ വിച്ച് വാസ് നോട്ട് സ്റ്റുഡ് ഫോർ 2 to 3 weeks മേ ബി ടു ബേസിക്. റെമഡീസ്: check pH of the stain, buffer and water, shorten a staining time, propose to buffering time, check the incubation time of the stain. ഇനി പ്രസിപ്പിറ്റേഷന് കാരണം എന്തൊക്കെയാണ്? ഫിലിമിൽ പ്രസിപ്പിറ്റേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് ഉള്ള റീസൺസ്: അൺക്ലീൻ സ്ലൈഡ് or greasy dust, drying during the period of staining, inadequate washing of the slide as the end of the staining period, failure to hold the slide horizontally during initial washing, inadequate filtration ശരിയായിട്ട് നടക്കാതിരിക്കുക, permitting to settle dust on the slide or smear. ഇത്രയും കാരണങ്ങൾ കൊണ്ട് പ്രസിപ്പിറ്റേഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. ഗീൻസിയ സ്റ്റെയിൻ നമ്മൾ പറഞ്ഞു, അതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ ജസ്റ്റ് കൺസിസ്റ്റൻസി നോക്കുക, ആഡ് ചെയ്യുന്നത് നോക്കുക. Solution is mixed with and allowed to stand for nearly 30 days in direct sunlight, or it is incubated at 37 degrees Celsius for 30 to 45 days to ripe. Stain mixed daily to re-dissolve any precipitated stain. Then the stain is filtered before use. അപ്പൊ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോപ്ലിൻ ജാർ ഓഫ് അൺഹൈഡ്രസ് അസറ്റോൺ ഫ്രീ മെഥൈൽ ആൽക്കഹോൾ 1 to 2 minutes നമ്മൾ യൂസ് ചെയ്തു. അത് പ്രിസർവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് ഗീൻസിയ സ്റ്റെയിൻ ഡൈല്യൂട്ട് ചെയ്തു അതിനുശേഷം ബൈ ആഡിങ് 1 വോളിയം ഓഫ് സ്റ്റെയിൻ ടു 9 ml വോളിയം ഓഫ് ബഫേർഡ് ഡൈല്യൂട്ടഡ് വാട്ടർ. ഈ ഫിക്സ് ചെയ്ത ബ്ലഡ് സ്മിയർ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ഓൺ എ ലെവൽ സ്റ്റെയിനിങ് റാക്ക് ഓർ ഇൻ എ സെക്കൻഡ് കോപ്ലിൻ ജാറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, പ്ലേസ് ചെയ്ത് വെച്ചു. The 1.10 diluted Ginsia strain is added and allowed to stand for 10 minutes. The stain is washed off with a stream of distilled water. The water is removed under the side of the slide is wiped free of stain and allowed to air dry. The buffer is used to dilute the Romanowski stain. Thick smears in a microscopic examination നോക്കാം. Since the erythrocytes or RBC have been lysed and the parasites are more concentrated, the thick smear is useful for screening for parasite and for detecting mixed infection. Mixed infection detect ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് thick smear. First screen the entire smear at a lower magnification 10x അല്ലെങ്കിൽ 20x objective lens and to detect large parasites such as microfilaria. Then examine the smear using 100x oil immersion objective lens. Select an area that is well stained, free of stain, precipitate and well populated with the white blood cells. If you see parasites, make a tentative species determination on the thick smear and then examine the thin smear to determine the species present. Most often, the thin smear is appropriate sample for species identification. But thin smear കൂടുതൽ species identification ആണ് യൂസ് ചെയ്യുന്നത്.
ഇനി നോ പാരസൈറ്റ്സ് ഫൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിറ്റർമിനേഷൻ, ഒരു പാരസൈറ്റ്സും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊസീജിയർ നോക്കാം. ഫോർ മലേറിയ ഡയഗ്നോസിസ് WHO recommends that at least 100 fields each containing approximately 20 WBCs be screened before calling a thick smear negative. അപ്പോൾ തിക്ക് സ്മിയർ നെഗറ്റീവ് ആവാനുള്ള കണ്ടീഷൻ WHO പറയുന്നത് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 100 ഫീൽഡ്സ് ഈച്ച് കണ്ടെയ്നിങ് അപ്രോക്സിമേറ്റ്ലി 20 WBCs ആണ്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള നമ്പർ ഓർത്ത് വെക്കുക. ഇൻ നോൺ ഇമ്മ്യൂൺ പേഷ്യൻസ്, symptomatic malaria can occur at lower parasite densities and screening more fields. 200, 300 ആണ്. അപ്പൊ ഈ നോൺ ഇമ്മ്യൂൺ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 200, 300 ആണ് നമ്പർ ഓഫ് ഫീൽഡ്സ് പറയുന്നത്. ആൻഡ് NCCLS സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് അറ്റ്ലീസ്റ്റ് 300 ഫീൽഡ്സ് ആണ് പറയുന്നത് യൂസിങ് 100x ഓയിൽ ഇമോഷൻ ഒബ്ജക്റ്റീവ് ലെൻസ്. Thick smears are not available. ഓക്കെ, അപ്പം ഈ തിൻ സ്മിയേഴ്സിലും സെയിം തന്നെയാണ് പറയുന്നത് 300 ഫീൽഡ് ഫോർ NCCL സ്റ്റാൻഡേർഡ്. ഇനി ക്വാണ്ടിഫിക്കേഷൻ ഓഫ് പാരസൈറ്റ് ഇൻ സം കേസസ് എസ്പെഷ്യലി മലേറിയ, ക്വാണ്ടിഫിക്കേഷൻ ഓഫ് പാരസൈറ്റ്സ് yields clinically useful information. In this information is needed by the physician. Malaria parasites can be quantified against blood films such as RBCs or WBCs. ഇനി മലേറിയ പാരസൈറ്റ്സിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അഗൈൻസ്റ്റ് RBCs, കൗണ്ട് ദ പാരസൈറ്റ് RBC among 500 to 2000 RBCs on the thin smear and express the result as percentage parasitemia. ഈ പാരസിറ്റീമിയ പെർസെന്റേജ് കാൽക്കുലേഷന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. പെർസെന്റേജ് പാരസിറ്റീമിയ ഇസ് ഈക്വൽ ടു പാരസിറ്റൈസ്ഡ് RBCs ഡിവൈഡഡ് ബൈ ടോട്ടൽ RBCs ഇൻറ്റു 100. ഹൈ ആണെന്നുണ്ടെങ്കിൽ പാരസിറ്റീമിയ പെർസെന്റേജ് ഹൈ ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ greater than 10%, examine 500 RBCs. If it is low, less than 1% ആണെന്നുണ്ടെങ്കിൽ examine 2000 RBCs or more. Count asexual blood stage parasites and gametocytes separately. Only the former and clinical important and gametocytes of Plasmoparum falciparum can persist after elimination of asexual stages by drug treatment. ഓക്കെ, അപ്പം ആ പാരസിറ്റമയുടെ പെർസെന്റേജ് അങ്ങനെ എത്ര പെർസെന്റേജ് കിട്ടിയാൽ നമ്മൾ എത്രത്തോളം RBCs എക്സാമിൻ ചെയ്യണം എന്നുള്ളത് ആ നമ്പർ ഒന്ന് നോക്കിയേക്കുക. ഇനി WBCs യൂസ് ചെയ്തിട്ട് മലേറിയൽ പാരസൈറ്റ് എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാം? ഓൺ ദ 6 smear, tally the parasites against WBCs until you have counted 500 parasites or 1000 WBCs, whichever comes first. Okay, express the results as parasites per microliter of blood. Number of parasites എപ്പോഴും per microliter of blood ലായിരിക്കണം എക്സ്പ്രസ് ചെയ്യേണ്ടത് using the WBC count if not, or otherwise assuming 8000 WBCs per microliter blood. Parasites per microliter blood is equal to parasites divided by WBCs into WBC count per microliter ആണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത്. ഇനി യൂറിൻ സ്പെസിമിൻ എക്സാമിനേഷൻ നോക്കാം. അതിൽ പറയുന്ന സ്പീഷീസ് എടുത്തു പറയുന്നത് യൂഷ്വലി എക്സാമിൻഡ് ഫോർ സിസ്റ്റോസ്റ്റോമ ഹീമോറ്റോബിയം എക്സ് ആൻഡ് ട്രൈക്കോമോണസ് വജൈനാലിസ് ട്രോഫോസൈറ്റ്, മൈക്രോഫിലേറിയ ഓഫ് യൂക്കറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് ഓങ്കോസെർക്ക വോൾവുലസ്. ഇത്രയും സ്പീഷീസിനാണ് മെയിൻ ആയിട്ട് യൂറിൻ സ്പെസിമിൻ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, മൈക്രോഫിലേറിയയിൽ ഇറ്റ് മേ ബി ഫൗണ്ട് ഇൻ ദ അൺസെൻട്രിഫ്യൂജ്ഡ് സെഡിമെന്റ് ഓഫ് സം മിൽക്കി യൂറിൻ ഫ്രം പേഷ്യന്റ്. മിൽക്കി യൂറിനിൽ നിന്നും ചില പേഷ്യൻസിന്റെ മിൽക്കി യൂറിൽ നിന്നും അൺസെൻട്രിഫ്യൂഗൽ സെഡിമെന്റിൽ നിന്നാണ് മൈക്രോഫിലേറിയ ഓഫ് യുക്കറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് ഓങ്കോസെർക്ക വോൾവുലസിന്റെ പ്രസൻസ് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി യൂറിന്റെ കളക്ഷൻ ഓഫ് യൂറിൻ ഫോർ ഡയഗ്നോസിസ് ഓഫ് ഷിസ്റ്റോസ്റ്റോമ ഇൻഫെക്ഷൻ. ദ നമ്പർ ഓഫ് ഓവ ഇൻ ദ യൂറിൻ വേരീസ് ത്രൂ ഔട്ട് ദ ഡേ, ബീങ് ഹൈയസ്റ്റ് ഇൻ യൂറിൻ ഒബ്റ്റൈൻഡ് ബിറ്റ്വീൻ 10 hours and 14 hours. The specimen should be collected between these times and consist of a single terminal urine at least 10 ml. Alternatively, a 24-hour collection of terminal urine can be made. The whole specimen must be examined as ova may be very scanty. If the urine must stand for an hour or longer, add 1 ml of undiluted formalin, 37% formaldehyde solution ആണ് formalin to each 100 ml of urine.
ഓക്കെ, അപ്പം ഇനി നമുക്ക് ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് പാരസൈറ്റിക് ഇൻഫെക്ഷൻ മെയിൻലി ഡിപ്പെൻഡ്സ് ആണ്. ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഡിറ്റക്ഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പാരസൈറ്റ്, മോർഫോളജിക്കൽ സ്റ്റേജ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ പാരസൈറ്റ്, എക്സാമ്പിൾ ട്രോഫോസൈറ്റ് ആണോ, സിസ്റ്റ് ആണോ, എഗ് ആണോ, ലാവയാണോ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലബോറട്ടറി ഡയഗ്നോസിസ് ഫൈനൽ റിസൾട്ട് വരുന്നത്. ഇൻ ക്ലിനിക്കൽ സ്പെസിമെൻസ്, ഫീക്കസ്, ബ്ലഡ്, യൂറിൻ, ബോൺ മാരോ, ലിംഫ് നോഡ്സ്. അതർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഉണ്ട്. കൾച്ചർ ഓഫ് പാരസൈറ്റ്, ആന്റിബോഡി ഡിറ്റക്ഷൻ സെറം, DNA പ്രോബ്സ്, പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു ഫുൾ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.